ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. വൈകിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. റവ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 200 ഗ്രാം റവയുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി തന്നെ വേണമെന്നില്ല, ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്താലും മതിയാകും. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ തൈരാണ്. തൈര് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാത്ത തൈരാണ് ഉള്ളതെങ്കിൽ ഒരു 1/4 കപ്പ് വരേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം റവയും ഗോതമ്പ് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. റവയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റവ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെക്കണം. റവ ഇവിടെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ടൈം കൊണ്ട് നമ്മുടെ പലഹാരത്തിന്റെ ബാക്കിയുള്ള ചേരുവകളെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. റവ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത അല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാവ് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. മാവ് അല്പം കൂടി ലൂസായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവൂ. മാവ് കൂടുതൽ തിക്കായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഹാർഡായി പോകും. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ തിക്കും കൂടുതൽ ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ പലഹാരത്തിന്റെ മാവ് റെഡിയാക്കി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. നമുക്ക് കൈകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മുടെ സ്നാക്കിന്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആവുകയും ചെയ്യും, ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയുമില്ല. നമ്മുടെ പലഹാരം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും സ്നാക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒട്ടും തന്നെ എണ്ണ പിടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്നാക്ക് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്നാക്കിന്റെ പുറം ഭാഗം വളരെ ക്രിസ്പിയും ഉൾവശം വളരെ സോഫ്റ്റുമായിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും റവ ഉപയോഗിച്ച് ഈ സ്നാക്ക് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. Bye.